ഹലോ യൂട്യൂബ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് ഞാൻ അന്ന് കാണിച്ചിരുന്ന ആ ഫാം തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. കണ്ടോ, ഇവിടെ കട്ടൻ കെട്ടിയിരുന്നത്, ഇവിടെയായിരുന്നു കട്ടൻ കെട്ടിയിരുന്നത്. അതൊക്കെ അഴിച്ചു മാറ്റി. ഇപ്പം 10 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റേജാണിത്. കണ്ടോ, ഇവിടെയായിരുന്നു ആ കോഴി ഉണ്ടായിരുന്നത്. ഇവിടുന്ന് മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുകയാണ്. അതായത് പുതിയ ലിറ്ററിലേക്ക് മാറ്റിയിട്ടിരിക്കും. ഇങ്ങനെ മാറ്റിയിടുമ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ അമോണിയ ലെവൽ കുറവായിരിക്കും, പുതിയ പൊടിയായതുകൊണ്ട് ഫ്രഷ്നെസ് ഉണ്ടാവും, അങ്ങനത്തെ കുറേ ഗുണങ്ങളുണ്ട്. ഇതാണ് പഴയ പൊടിയുടെ അവസ്ഥ. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി അതിൻ്റെ മേത്ത് നമ്മൾ കുമ്മായിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടിട്ടാണ് പിന്നെ സ്ഥലം കൂട്ടി കൊണ്ടുവരിക. ഇവിടെ എന്തായാലും നമ്മൾ കോഴിക്കുഞ്ഞിടും, അത് കുറച്ചുകൂടെ കഴിയുന്നുള്ള സ്റ്റേജിലായിരിക്കും. അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ പൊടി വിരിച്ചിട്ടായിരിക്കും ഇതിടുക. ഇപ്പം കണ്ടോ, കോഴികൾ നല്ല ആക്റ്റീവാണ്. ആ ആക്റ്റീവ് തന്നെ ഇപ്പോഴും ആ കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. ഇതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ പുതിയ പൊടിയിലേക്ക് നമ്മൾ ഇറക്കി വിട്ടതിൻ്റെ ഭാഗമായിട്ടാണ്. എത്രത്തോളം നമ്മൾ പുതിയ പൊടിയും ഇളക്കുകയൊക്കെ ചെയ്യുന്നു, അത്രത്തോളം നമുക്ക് ഫീഡ്ബാക്ക് അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കോഴികൾ ലൈവ് ബേർഡ് ആയതുകൊണ്ട് തന്നെ എത്രത്തോളം നമ്മൾ കെയർ ചെയ്യുന്നു അത്രയും റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് അങ്ങനെ ഫാർമേഴ്സ് ആരും യൂസ് ചെയ്യാറില്ല, കാരണം കഷ്ടപ്പാട് തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ. പക്ഷേ ചെറിയൊരു കഷ്ടപ്പെട്ടാലും നമുക്കൊരു വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇത് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും എന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ചെയ്തിട്ടുള്ള ഫാം തന്നെയാണിത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതുപോലെ ചെയ്തിരിക്കുന്ന വേറൊരു ഫാമും കൂടെ ഉണ്ട്, അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഇതും ആ ഒരു മെത്തേഡ് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വേറൊരു ഫാമാണ്. ഇതിന് മുമ്പിലായിട്ട് കാണുന്ന ഈ ഭാഗത്തായിരുന്നു കുഞ്ഞുങ്ങൾ ഇട്ടിരുന്നത്, അത് കാണിക്കാൻ പറ്റിയില്ല. കാരണം ഇവിടെയാണ് ആ കുഞ്ഞുങ്ങൾ ഇട്ടിരുന്നത്, ഇത്രയും ഭാഗത്താണ് കുഞ്ഞുങ്ങൾ ഇട്ടിരുന്നത്. ഇവിടെ നേരെ അങ്ങോട്ടെടുത്ത് മാറ്റിയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇങ്ങനത്തെ ചെറിയ വീഡിയോസ് ആയിരിക്കും ചാനൽ കൂടെ അധികവും വരുന്നത്. അപ്പോൾ മറക്കാണ്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ. ഇതിനെക്കാട്ടിലും നല്ല വീഡിയോസ് കിട്ടുമെന്ന് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. അപ്പോൾ ബൈ.